रेंजी जॉर्ज साहब जो बारंबार हमारे बीच में आकर हमको उत्तेजन देते रहते हैं। आज एक और बार फिर है जो हमें परमेश्वर के वचनों से सिखाएंगे और उसका ट्रांसलेशन पास्टर बिजू दानियल साहब करेंगे। आइए दोनों साहब का ताली बजाते हुए स्वागत करेंगे। वेलकम पास्टर साहब, वेलकम। പ്രൈസ് ദി ലോർഡ്. Praise Lord. Praise the Lord. അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം കൂടെ ദൈവജനത്തോട് കൂടെ ഇന്നത്തെ രാത്രിയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുക. अनुग्रहकारी समय के लिए धन्यवाद करते जो प्रभु ने हम सबके मध्य में दिया कि हम भी मिलकर प्रभु को धन्यवाद करें। നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ വിഷയം നമ്മളിൽ പലരും മറന്നുപോയിട്ടില്ല എന്ന് കരുതുന്നു. पिछली बार हमने जो पढ़ा है मैं विश्वास करता हूं हम उसको भूले नहीं हैं। എന്താണ് പ്രാർത്ഥന, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരുന്നത്. क्या है प्रार्थना, कैसे प्रार्थना करना है, इसके बारे में हम सीख रहे थे, समझ रहे थे। നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യരെ അല്ലെങ്കിൽ തന്നെ അനുഗമിച്ചവരെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ആദ്യം കർത്താവ് അവരെ പഠിപ്പിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. यीशु मसीह अपने चेलों को जो प्रार्थना के बारे में सिखा रहे हैं तो यीशु मसीह ने सबसे पहले सिखाया कैसे प्रार्थना नहीं करना है। മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 5 മുതലുള്ള വാക്യങ്ങളിൽ നിന്നാണ് കഴിഞ്ഞ സെഷനിൽ നമ്മൾ വായിച്ച് പഠിച്ചത്. मत्ती रचित सुसमाचार 6 अध्याय के 5 आयत से हमने कुछ बातों को पिछली बार सीखा था। കർത്താവ് ഇങ്ങനെ കൽപ്പിച്ചു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. सबसे पहले यीशु मसीह ने कहा 5वीं आयत में कि जब तुम प्रार्थना करो तो कपटियों के समान ना हो, क्योंकि लोगों को दिखाने के लिए आराधना में और सड़कों के मोड़ों पर खड़े होकर प्रार्थना करना उनको अच्छा लगता है। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു രീതിയിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുന്നത്. मैं अपने तमाम प्रियों से कहना चाहता हूं इस तरह प्रार्थना करने से कितना अच्छा है कि हम प्रार्थना ना करें। കാരണം ദൈവത്തിന്റെ സന്നിധിയിൽ കപടഭക്തിക്കാരൻ അല്ലെങ്കിൽ കപടഭക്തിക്കാരി എന്നുള്ള പേര് വിളി കേൾക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പ്രാർത്ഥിക്കാതെ ദൈവസന്നിധി നമ്മൾ കഴിയുന്നത്. प्रभु की दृष्टि में कपटी कहने से कितना अच्छा है कि हम प्रार्थना ना करें। അപ്പോൾ ഒരുപക്ഷെ നമ്മൾ കരുതിയേക്കും അങ്ങനെയാണെങ്കിൽ നമുക്കിനി പ്രാർത്ഥിക്കണ്ട എന്ന്. तो हम ऐसा सोचेंगे अगर ऐसा है तो क्यों हम प्रार्थना ना करें। अब ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടു, പ്രാർത്ഥന എന്ന് പറയുന്നത് അതിന്റെ പ്രാധാന്യം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിന് ശ്വാസത്തിന്റെ ആവശ്യമുള്ളതുപോലെ നമ്മുടെ ആത്മാവിന് അല്ലെങ്കിൽ അകത്തെ മനുഷ്യന് പ്രാർത്ഥനയുടെ ആവശ്യമാണ് ഉള്ളത്. पिछली बार हमने जिस तरह सीखा जैसे शरीर के लिए सांस जरूरी हम लेते हैं उसी तरह हमारे आत्मिक जीवन के लिए प्रार्थना उतना महत्वपूर्ण है, गंभीर है। അപ്പോൾ പ്രാർത്ഥിക്കാത്ത ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതം എന്തെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. അത് ശുഷ്കിച്ച് വന്നിട്ട് അവസാനം ആത്മീയ ജീവൻ തന്നെ ഇല്ലാതെയായി പോകും. जो प्रार्थना नहीं करते हैं पिछली बार हमने देखा समझे वो धीरे धीरे कमजोर होता बिल्कुल आत्मिक रीति से कमजोर पड़ जाता है। അപ്പൊ അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. അതേസമയം പ്രാർത്ഥിക്കേണ്ട രീതി അറിഞ്ഞിരിക്കേണ്ടത് അതിനേക്കാൾ ആവശ്യമാണ്. इसलिए प्रार्थना जरूरी भी है लेकिन कैसे प्रार्थना करें ये समझना जानना भी और जरूरी है। കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടത്, ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ അഭിനയത്തോടെ വരരുത്. കാരണം നമ്മെ യഥാർത്ഥമായി കാണുന്ന കർത്താവ്, നമ്മളെ യഥാർത്ഥമായി നമ്മുടെ ജീവിതത്തെ അറിയുന്ന കർത്താവ്, നാം എന്തിനു വേണ്ടിയാണ് അതുവരെ ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ ജീവിച്ചത് എന്ന് തിരിച്ചറിയുന്ന കർത്താവിന്റെ മുമ്പിൽ നമുക്ക് അഭിനയിക്കുവാൻ കഴിയില്ല. യഥാർത്ഥമായ അവസ്ഥയിൽ നാം ദൈവസന്നിധിയിലേക്ക് വരേണ്ടിയിരിക്കുന്നുവെന്ന്. पिछली बार हमने देखा समझे कि हमारा परमेश्वर जो हमको अच्छी तरह जानता है, पहचानता है, हम क्या प्रार्थना कर रहे हैं, कैसे कर रहे हैं, वो सब कुछ जानता है। इसलिए अभिनव करने की, कपटी अवस्था में आने की हमको जरूरत नहीं है। നമ്മൾ സംസാരിക്കാതെ തന്നെ അഭിനയിക്കുവാൻ കഴിയുമെന്ന് കഴിഞ്ഞ ആഴ്ച കേട്ടു. ബൈ ഗിവിംഗ് എ ഫോൾസ് ഇംപ്രഷൻസ് ടു അതേഴ്സ്. हम देखते हैं कि बिना बोले ही हम अपने उस व्यवहार से दिखा देते हैं कि हम क्या कहना चाहते हैं.
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഞാൻ ഒരു വാക്യം വായിച്ച് ആ ഭാഗം അവിടെ നിർത്തിയിട്ട് മുന്നോട്ട് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. 1 യോഹന്നാൻ 2-ാം അധ്യായം 28-ാമത്തെ വാക്യം. 1 John chapter 2 verse 28. एक वाक्य पढ़ के मैं आगे बढ़ना चाहता हूँ. 1 यूहन्ना 2 अध्याय उसकी 28वीं आयत. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നദ്ധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിക്കുവിൻ. इस तरह लिखा आता है, बालकों उसमें बने रहो कि जब वह प्रकट हो तो हमें हिवाब हो, हम उसके आने पर उसके सामने लज्जित ना हो जाएं. അപ്പോൾ ഒരു പക്ഷേ ദൈവമക്കളെന്ന് പറയുന്ന അനേകര് കർത്താവിന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകുവാൻ ഒരു സാധ്യതയുണ്ടെന്ന് പരിശുദ്ധാത്മാവ് അവിടെ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. पवित्र आत्मा इस वाक्य के द्वारा हमें बता रहा है कि ऐसी अवस्था आ सकती है कि परमेश्वर के लोग जब खड़े हो जाए प्रभु के सामने, उसको लज्जित होना पड़ जाए. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത്, അപ്പാ അവിടുത്തെ സന്നിധിയിൽ ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം എന്റെ ജീവിതത്തിൽ ഇടയാകാതെ എന്നെ കൃപയാൽ സൂക്ഷിക്കണമേ എന്ന്. इसलिए हमें क्या प्रार्थना करना, प्रभु मेरे जीवन के अंदर ऐसी अवस्था होने पाए कि कभी भी मुझे लज्जित महसूस ना होने पाए. കർത്താവ് നീതിമാനായ ദൈവമാണ്. നാം എന്താണെന്നും നാം യഥാർത്ഥത്തിൽ ആരാണെന്നും നമ്മുടെ ഇന്റൻഷൻസ് എന്തായിരുന്നുവെന്നും ഈ ഭൂമിയിൽ നാം ജീവിച്ചപ്പോൾ നമ്മളെ നടത്തിയിരുന്ന വാല്യൂ സിസ്റ്റം എന്തായിരുന്നുവെന്നും കർത്താവ് സകലരെയും കാണെ വെളിപ്പെടുത്തുന്ന ദിവസം വരുന്നു. परमेश्वर धर्मी परमेश्वर है. मेरा आप इस संसार में क्या करते हैं, कैसे हमारा लक्ष्य उद्देश्य है, वो सब कुछ जानने वाला परमेश्वर है. इसलिए हमको इस बात को गंभीरता से लेना है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ഒരുപക്ഷെ നമ്മൾ പ്രാർത്ഥനക്കാരനായി അറിയപ്പെട്ടേക്കാം, പ്രസംഗകനായി അറിയപ്പെട്ടേക്കാം, ഒരു വലിയ ദൈവദാസനായോ ദൈവദാസിയായോ അറിയപ്പെട്ടേക്കാം. എന്നാൽ ഈ ഭൂമി വിടുന്ന നിമിഷം അത്യുന്നതനായ സർവശക്തനായ മഹാനീതിമാനായ ദൈവത്തിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ എല്ലാ പൊള്ളയായ ജീവിതത്തിന്റെ അവസ്ഥകളും അവൻ എക്സ്പോസ് ചെയ്യും. मैं आपसे कहना चाहता हूं, इस संसार में हम अच्छे प्रार्थना करने योद्धा हो सकते, अच्छे प्रचारक हो सकते हैं, लेकिन वास्तव में क्या है, एक दिन वो प्रकट हो जाएगा कि हम वास्तव में क्या थे इस संसार के अंदर में. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ബിവെയർ ഓഫ് പ്രാക്ടീസിങ് യുവർ റൈറ്റ്യസ്നെസ് ബിഫോർ മെൻ. നിങ്ങളുടെ നീതി മനുഷ്യരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. मत्ती 6:1 में लिखा है, सावधान रहो, तुम मनुष्य को दिखाने के लिए धर्म के काम ना करो, नहीं तो स्वर्गीय पिता से कुछ भी फल ना पाओगे. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ വ്യഗ്യത, നമ്മുടെ ഇഫോർട്ട്, നമ്മുടെ പാഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ടു പ്ലീസ് ഗോഡ് ബട്ട് ടു പ്ലീസ് ദ പീപ്പിൾ അറൗണ്ട് us. അത് നെഗറ്റീവായിട്ട് പറയുന്ന പക്ഷേ അത് ഇങ്ങനെ പറഞ്ഞാൽ മതി, നമ്മുടേതായിട്ടുള്ള വ്യഗ്രത, നമ്മുടെ ഈ ഓട്ടം, നമ്മുടെ അധ്വാനം എന്ന് പറയുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നുള്ളതല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ പ്രസാദിപ്പിക്കണമെന്നുള്ളതാണ്. हमारे जीवन का मुख्य लक्ष्य जो क्या रहता है कि हमेशा इस संसार के अंदर में मनुष्यों को प्रसन्न किया जाए. किसी भी तरह परमेश्वर को प्रसन्न करने की इच्छा हमारे हृदय में नहीं है, मनुष्य को प्रसन्न करे. അതാണ് ഈ വാക്യത്തിൽ നമ്മൾ വായിച്ചത്. നിങ്ങളുടെ നീതി മനുഷ്യരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ നിങ്ങൾ സൂക്ഷിക്കണം. ദൈവസന്നിധിയിലാണ് നിങ്ങളുടെ നീതി വെളിപ്പെടേണ്ടത്. इसलिए वहां लिखा है, मनुष्य को दिखाने के लिए धर्म के काम मत करो, परमेश्वर के सामने फल पाने के लिए धर्म के काम करो. അതുപോലെ ലൂക്കോസിന്റെ സുവിശേഷം 12:1 കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, ബിവെയർ ഓഫ് ദി ലീവൻ ഓഫ് ദ ഫാരിസീസ് വിച്ച് ഈസ് ഹിപ്പോക്രസി. പരീശന്മാരുടെ കപടഭക്തിയായ പുളിച്ച മാവിനെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളണം. इसलिए हम देखते हैं लूका रचित सुसमाचार 12:1 में लिखा है, कपटियों फरीसियों के कपटी खमीर से तुम चौकस रहो. നമ്മുടെ ഉള്ളിൽ ഈ പുളിച്ച മാവിന്റെ അനുഭവം ഉണ്ടാകരുത്. നാം എപ്പോഴും ശോധന ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ഇതാണ്, കർത്താവെ, ഞാൻ പുറത്ത് എങ്ങനെയായിരിക്കുന്നു അതുപോലെ ആയിരിക്കണം ഞാൻ അകത്ത്, അല്ലെങ്കിൽ ഞാൻ അകത്ത് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ തന്നെയായിരിക്കണം ഞാൻ പുറത്ത്. ഞാൻ ഒരിക്കലും അഭിനയിക്കുവാൻ തക്കവണ്ണം എനിക്ക് ഇടയാകരുതേ കർത്താവേ. जीवन यात्रा में हम सबके मन के अंदर में हमेशा एक इच्छा होना है कि प्रभु, जो मैं बाहर हूं वही अंदर हूं, या जो अंदर हूं वही बाहर दिखने पाऊं. कपटियों की तरह हम अभिनय करने वाले ना बने. हम കർത്താവിന്റെ പരിശുദ്ധ വചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ, കർത്താവിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനം കണ്ണാടിയാണ്. നാം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ റിയൽ ലൈഫ് എന്താണെന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടേയിരിക്കും.
हम देखते हैं प्रभु के वचन में इस तरह लिखा है, परमेश्वर के वचन के एक आईने के समान है। हम जब वचन पढ़ते हैं तो हमें पता चल जाता है कि हम वास्तव में कौन है, अपने आप को हम प्रकट कर देते हैं। അങ്ങനെ കർത്താവിന്റെ വചനത്തിലൂടെ നമ്മുടെ യഥാർത്ഥ അവസ്ഥ നമുക്ക് വെളിപ്പെട്ടു വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? മുട്ടുമടക്കി കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇത് എന്നെ കുറിച്ച് പറയുന്ന വചനമാണ്, എന്നെ രൂപാന്തരപ്പെടുത്തണമെന്ന് നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. इसलिए जब मेरा आप प्रभु का वचन पढ़े, वचन हमको छूना है, वचन को पढ़ने के बाद हमें लगना है कि प्रभु ये वचन मेरे लिए है, इसलिए मैं इस वचन के अनुसार कहाँ पे रूपांतर करूं, परिवर्तन करूं। प्रभु उसके लिए मेरी आप सहायता करो, मदद करो। 1 യോഹന്നാൻ 1-ാം അധ്യായത്തിന്റെ 6-7 വാക്യങ്ങൾ. 1 John chapter 1 verses 6 and 7 says, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം നമ്മിലില്ല, സംസാരിക്കുന്നതുമില്ല. पहला यूहन्ना 1 अध्याय उसकी 6 और 7 में लिखा, यदि हम कहे कि उसके साथ हमारी सहभागिता है फिर अंधकार में चले तो हम झूठे हैं, सत्य पर नहीं चलते। पर यदि जैसे वो ज्योति में है वैसे हम ज्योति में चले तो एक दूसरे के साथ सहभागिता रखते हैं और उसके पुत्र यीशु मसीह हमें अपने लहू के पापों से शुद्ध करता है। അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം വെളിച്ചത്തിൽ ജീവിക്കുകയാണ് എങ്കിൽ നമുക്ക് ആരെയും ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റും. മനുഷ്യനെയും ഭയപ്പെടേണ്ട കാര്യമില്ല, ദൈവത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് ഒളിച്ചു വെക്കുവാനായിട്ട് ഈ ഭൂമിയിൽ ഒന്നുമില്ല. इसलिए प्रिय हमको समझना है, अगर हम ज्योति में चलते हैं, जीते तो कुछ छुपाने की जरूरत नहीं है, सब कुछ हम बिना भय के साथ कर पाएंगे, ये हमको हमेशा समझना है। അതിന്റെ അർത്ഥം നമ്മൾ പെർഫെക്റ്റ് ആണെന്നല്ല, നമ്മൾ പൂർണ്ണനാണെന്നല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം ഇത്ര മാത്രമേ ഉള്ളൂ, ദൈവത്തിന്റെ സന്നിധിയിലും മനുഷ്യരുടെ സന്നിധിയിലും നമ്മൾ ഹോണസ്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. उसका अर्थ नहीं कि हम सिद्ध हो चुके हैं, पूर्ण हो चुके हैं, लेकिन इसका अर्थ इतना ही है कि मनुष्यों के समक्ष और परमेश्वर के समक्ष हम सही ठहरे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ നമ്മൾ ഈ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ആർക്കും പെർഫെക്റ്റ് ആയിരിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവം ആരെയും പെർഫെക്റ്റ് ആയിട്ടല്ല അന്വേഷിക്കുന്നത്. ദൈവം നോക്കുന്നത് നമ്മൾ ഹോണസ്റ്റ് ആണോ എന്നാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തരായി സത്യസന്ധരായി നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. देखो प्रियो, हमको समझना है, संसार में कोई व्यक्ति भी नहीं बोल सकता कि वो सिद्ध है। प्रभु ऐसे सिद्धता को देखना भी नहीं चाहता, लेकिन प्रभु चाहता है हम उसकी उपस्थिति में ईमानदार रहे, विश्वास योग्यता के साथ चले, विश्वास योग्यता के साथ ईमानदारी के साथ जिए। നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തന്നെ അറിയാം, ചില കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിൽ നിന്നത് ഒളിച്ചു വെക്കും. എന്നാൽ വേറെ ചില കുഞ്ഞുങ്ങളുണ്ട്, അവർ തെറ്റ് ചെയ്താൽ എത്ര വലിയ തെറ്റായാലും കരഞ്ഞുകൊണ്ട് വന്ന് പപ്പയോടോ മമ്മിയോടോ പറയും, എനിക്ക് തെറ്റ് പറ്റിപ്പോയി, ഞാൻ ആ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന്. अनेक बच्चे होते हैं, गलतियां करते हैं, उसको छुपा देते हैं, बताते नहीं माता पिताओं को। लेकिन अनेक बच्चे ऐसे होते हैं, गलतियां करते हैं, रोते हुए माता पिता के पास आते हैं, गलती कितनी बड़ी हो छोटी हो उसको वैसा का वैसा बता देते हैं। ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് കുഞ്ഞുങ്ങളിൽ ഏത് കുഞ്ഞുങ്ങളെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എത്ര വലിയ തെറ്റാണ് ചെയ്തതെങ്കിലും ആ കുഞ്ഞ് കരഞ്ഞുകൊണ്ട് വന്ന് നമ്മുടെ അടുത്ത്, പപ്പ മമ്മി ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ എത്ര വലിയ തെറ്റായാലും നമ്മളത് ക്ഷമിക്കും. എന്നാൽ ചെറിയ തെറ്റായിക്കൊള്ളട്ടെ, അത് ഒളിച്ചാണ് ഒരു കുഞ്ഞ് വെക്കുന്നതെങ്കിൽ ആ കുഞ്ഞിനെ നമ്മൾ സ്നേഹിക്കുകയല്ല ചെയ്യുന്നത്, ആ കുഞ്ഞിനെ ശിക്ഷിക്കുക തന്നെ നമ്മൾ ചെയ്യും. अब आप स्वयं बताइए, इन दोनों बच्चों में हम किससे प्रेम करेंगे? उसी से जिसने कि अपनी गलती को हमारे सामने आके हमें बताया है, चाहे वो कितनी भी बड़ी गलती क्यों ना, पाप क्यों ना हो, लेकिन तब भी हम उसको क्षमा करेंगे, प्यार करेंगे। लेकिन वह बच्चा जिसने छोटी सी गलती क्यों ना किया हो, लेकिन उसने अब हमसे छुपाया है, हमें पता चला है, तो हम प्यार नहीं करेंगे, उसको ताड़ना देंगे। അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അനേകരുടെ ആത്മീയ ജീവിതത്തിൽ വർധന ഉണ്ടാകാത്തതിന്റെ കാരണം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? 30, 25, 30, 40 വർഷമായി വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലായ ഒരു വിശ്വാസിയായി ജീവിക്കുന്നു, എന്നാൽ പ്രോഗ്രസ് ഒന്നും തന്നെ ഇല്ല, വളർച്ച ഒന്നും തന്നെ ഇല്ല. അതിന്റെ കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തരല്ല എന്നുള്ളത്. इसलिए प्रिय मैं कहना चाहता हूँ, अनेकों विश्वास जिनमें आत्म उन्नति नहीं है, 25, 30, 35 साल आत्मिक जीवन में प्रभु को जाने हुए हो चुके हैं,
लेकिन क्यों आत्म उन्नति नहीं है? प्रभु की उपस्थिति में आज भी सही नहीं है। आज भी हम में बहुत सी गलतियां लेके हम चल रहे हैं। നമ്മുടെ ആത്മീയത എന്ന് പറയുന്നത് എത്ര വചനം അറിയാമെന്നുള്ളതല്ല, ഈ ബൈബിളിലെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നും എന്തെല്ലാം കാര്യങ്ങൾ പ്രസംഗിക്കാൻ പറ്റും എന്നുള്ളതല്ല നമ്മുടെ ആത്മീയതയുടെ തെളിവ്. हमारे आत्मिकता का प्रमाण ये नहीं कि हमको कितना वचन याद है, कितना अच्छी तरह प्रचार करते हैं, ये आत्मिक जीवन का प्रमाण नहीं है प्रियो। നല്ല പാട്ടുകൾ പാടുവാനുള്ള കഴിവ്, നന്നായിട്ട് പ്രസംഗിക്കുവാനുള്ള കഴിവ്, നന്നായിട്ട് ഇവാഞ്ചലൈസ് ചെയ്യുവാനുള്ള കഴിവ്, ഇതൊന്നും തന്നെ ആത്മീയതയുടെ ലക്ഷണമല്ല. ആത്മീയതയുടെ പൂർണ്ണതയുടെ ലക്ഷണമല്ല. हमको समझना है कितना अच्छा हम गीत गाते हैं, कितना हम अच्छा प्रचार कर लेते हैं, कितनी अच्छी तरह सब कार्य कर लेते हैं, ये आत्मिक जीवन की सिद्धता पूर्णता को नहीं बताता है। കാരണം എന്തെന്നറിയാമോ, ഈ ലോകത്തിൽ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ വചനം അറിയാവുന്നത് ആരാന്നറിയാമോ? പിശാചാണ്. പിശാചിന് വചനം മുഴുവനും അറിയാം. ഹി നോസ് ദ വേർഡ് ഫ്രം കവർ ടു കവർ, ഫ്രം ഇൻസൈഡ് ഔട്ട്, ബട്ട് യെറ്റ് ഹി ഈസ് ദ ഡെവിൾ. इस संसार में, इस भूमंडल में सबसे बड़ा व्यक्ति कौन है जिसको अच्छी तरह वचन मालूम है? हम सीखते वचन में से कि वो शैतान स्वयं है। उसको अंदर की बातें, बाहर की बातें सब कुछ मालूम है। ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു, മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും സാക്ഷാൽ വചനമായിരുന്ന നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് പരീക്ഷിക്കുവാൻ തക്കവണ്ണം പിശാച് കടന്നു വരുന്നത് ഈ ദൈവവചനത്തിൽ നിന്ന് തന്നെ സംസാരിച്ചുകൊണ്ട്. हम देखते हैं मत्ती रचित सुसमाचार 4थे अध्याय में, लूका रचित सुसमाचार 4थे अध्याय में यीशु मसीह की परीक्षा करने के लिए शैतान कैसे आया? वचनों को लेकर आया। ഇന്നത്തെ പകൽക്കാലം നമ്മൾ ഓർത്തു നോക്കിക്കേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അനേക വിശ്വാസികളെ തെറ്റായ ഉപദേശം പഠിപ്പിച്ച് ദൈവവചനത്തിൽ നിന്ന് തന്നെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് പിശാചിന്റെ കൈയുടെ പ്രവൃത്തിയാണ്. हम इस संसार में देख लो, आज कितने परमेश्वर के दास लोग हैं जो वचन का सही प्रचार नहीं करते हैं। कारण क्या है? इन सबको चला रहा है, नेतृत्व कर रहा वो शैतान है। അതുകൊണ്ട് ഇന്നത്തെ രാത്രികാലം ദൈവവചനം കേൾക്കുമ്പോൾ സഹോദരങ്ങളെ, ഒരിക്കലും ഇങ്ങനെ ചിന്തിക്കരുത്, എനിക്ക് ഒത്തിരി ശുശ്രൂഷകളുള്ള ആളാണ്, ഞാൻ ഒത്തിരി ശുശ്രൂഷയിൽ ഉപയോഗിക്കപ്പെടുന്ന ആളാണ്, അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ഈ വചനം എനിക്കുള്ളതല്ല മറ്റുള്ളവർക്കാണ് ഉള്ളതാണെന്ന്. इसलिए आज मेरा वचन सुनने वाले तमाम विश्वासी दास लोग, आपको समझना है, मैं सेवकाई करता हूं और मेरी सेवकाई बहुत बड़ी है, इसलिए वचन मेरे लिए नहीं है, ऐसा आप नहीं सोचना है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നമ്മൾ എത്ര ഉയർന്ന ആളാണെന്ന് നമുക്ക് തോന്നിയാലും, ഈ ലോകത്തിലുള്ളവർ പറഞ്ഞാലും, കർത്താവിന്റെ മുമ്പിൽ നമ്മുടെ വർത്ത് എന്താണ്, നമ്മുടെ ഹൃദയം എങ്ങനെയാണ്, അതാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ നിലവാരം. प्रियो, मैं कहना चाहते संसार में कितने बड़े हम हैं वो नहीं है, लेकिन प्रभु की उपस्थिति में हमारा मूल्य क्या है? प्रभु जब मुझे आपको देखता है तो हमको कैसा देखता है, वो हमको समझना है प्रियो। യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ നഥനയേലിനെ നോക്കിക്കൊണ്ട് യേശു കർത്താവ് പറഞ്ഞു, ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. हम देखते हैं यूहन्ना रचित सुसमाचार 1 अध्याय उसके 47 वाक्य में यीशु ने नथनएल की ओर देख के कहा, देखो ये सचमुच इस्राएली है, इसमें कपट नहीं है। എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെയും നിങ്ങളെയും നോക്കിക്കൊണ്ട് യേശു കർത്താവിന് ഇത് പറയുവാൻ കഴിയണം, ഇവനാണ് യഥാർത്ഥ വിശ്വാസി, ഇവളാണ് യഥാർത്ഥ വിശ്വാസി, ഇവളിൽ കപടമില്ല. प्रियो, उसी तरह मुझे आपको प्रभु जब आज इस वक्त देखे तो कहना है, देखो यथार्थ में ये विश्वासी है, इसके अंदर में कपट नहीं है। നമുക്ക് ദൈവവചനത്തിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞ ആഴ്ച പഠിച്ചതിന്റെ അടുത്ത വാക്യത്തിലേക്ക് പോകുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. वचन में हम लौट कर आते हैं पिछले सप्ताह जो हमने पढ़ा है उसके आगे की आयत में 6-ാമത്തെ വാക്യത്തിൽ 6-ന്റെ 6 മത്തായിയുടെ സുവിശേഷം 6-ന്റെ 6 പറയുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. इसलिए मत्ती रचित सुसमाचार 6:6 में इस तरह लिखा है, परंतु जब तू प्रार्थना करे अपनी कोठरी में जा, द्वार बंद कर ले, अपने पिता से जो गुप्त में प्रार्थना कर, वह तेरे पिता जो गुप्त में है देखेगा, प्रतिफल देगा। നമ്മൾ രണ്ട് രീതിയിൽ പ്രാർത്ഥിക്കുന്നവരാണ്. നമുക്ക് രഹസ്യത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്, നമുക്ക് പരസ്യത്തിൽ ഒരു പ്രാർത്ഥനയുണ്ട്. हम सबके जीवन के अंदर में 2 तरह की प्रार्थना है। एक प्रार्थना हम सबके सामने करते हैं, एक प्रार्थना हम रहस्य में अपने ही जीवन में हम स्वयं बैठ के करते हैं।
ഞാനൊരു ചോദ്യം ചോദിക്കുവാൻ സഹോദരങ്ങളെ ആഗ്രഹിക്കുന്നു. നമ്മൾ പരസ്യത്തിൽ ദൈവസഭയുടെ മധ്യത്തിലിരുന്നോ കൂട്ടായ്മയുടെ മധ്യത്തിലിരുന്നോ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും രഹസ്യത്തിൽ നമ്മെ ആരും കാണാതിരിക്കുമ്പോൾ വീടിനകത്ത് ബെഡിന്റെ അകത്ത് അല്ലെങ്കിൽ ഭവനത്തിൽ എവിടെയെങ്കിലും കതകടച്ച് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് ഇത് ഒരുപോലെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്? मैं आप सबसे पूछना चाहता हूँ, एक प्रार्थना जो सबके सामने, कलीसिया के सामने, विश्वासियों के सामने हम करते हैं, दूसरी प्रार्थना हम व्यक्ति रीति से अपने कमरे बैठ के गुप्त रूप से करते हैं, क्या इन दोनों के अंदर में मेल है क्या? दोनों एक समान है क्या? ഹല്ലേലൂയ. വീടിനകത്തിരുന്ന് ആരും നമ്മളെ കേൾക്കാതിരിക്കുമ്പോൾ, ആരും കാണാതിരിക്കുമ്പോൾ, സകലത്തെയും അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നമ്മൾ പറയും, നമ്മൾ പാപിയാണ്, നമ്മൾ ദോഷിയാണ്, നമുക്കുള്ള ജീവിതത്തിന്റെ കുറവുകളൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയുമ്പോഴുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ്, ആ ആറ്റിറ്റ്യൂഡ് ആണോ, ആ രീതിയിലുള്ള റെസ്പോൺസ് ആണോ നാം പബ്ലിക്കിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ? അതോ പബ്ലിക്കിന്റെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാം നമ്മുടെ വാക്കുകളെ വിപുലീകരിച്ച് ഫ്ലവറി ലാംഗ്വേജ് ഉപയോഗിച്ച് മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ മറ്റൊരു വ്യക്തിയായി മാറുകയാണോ? अब जरा सोचे, हम जब गुप्त में प्रार्थना करते, प्रभु से कहते, प्रभु मैं पापी गुनहगार हूं, मेरे में जीवन में ऐसे ऐसी कमजोरियां है, ऐसे ऐसे गलतियां है, लेकिन हम जब सार्वजनिक रीति से प्रार्थना करते कलीसिया में या विश्वासी के मध्य में, तब हम बड़े बड़े शब्दों का इस्तेमाल करते हैं, मधुर शब्दों का इस्तेमाल करते हैं, अच्छे अच्छे शब्दों का इस्तेमाल करते हैं। क्या ऐसा नहीं है क्या? എന്നെ കേൾക്കുന്ന സഹോദര, ഭവനത്തിന്റെ ഉള്ളിലുള്ള നമ്മുടെ രഹസ്യ പ്രാർത്ഥന കേൾക്കുന്ന സർവശക്തനായ ദൈവവും പരസ്യത്തിൽ ദൈവസഭയുടെ മധ്യത്തിലുള്ള നമ്മുടെ പരസ്യ പ്രാർത്ഥന കേൾക്കുന്ന ദൈവവും ഒരാൾ തന്നെയാണ്. हमको समझना है, जो हमारी गुप्त प्रार्थना को सुनता है, जो हमारी सार्वजनिक प्रार्थना को सुनता है, दोनों को सुनने वाला एक ही परमेश्वर है। അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ഒന്നുണ്ട്, സഭയ്ക്ക് മധ്യത്തിൽ പ്രാർത്ഥിക്കുമ്പോഴും നാം ഓർക്കണമേ, എന്റെ ബലഹീനത അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ, എന്നെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിന്റെ മുമ്പിൽ ഈ വിരിക്കുന്ന മനുഷ്യരെ ആരെയും പ്രസാദിപ്പിക്കാതെ എന്റെ കർത്താവിനെ പ്രസാദിപ്പിക്കുമാറ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് നുറുക്കത്തോടെ ഞാൻ പ്രാർത്ഥിക്കണം. इसलिए हमको समझना है प्रियो, जब हम सबके सामने प्रार्थना करते हैं, हम यह ना देखें कि जो मनुष्य हैं क्या सोचेंगे, लेकिन हमें सोचना है कि अब हम जिससे प्रार्थना कर रहे हैं उस परमेश्वर के सामने, हम जो यथार्थ है उसके सामने हम वैसे ही बन के प्रार्थना करें। ഇവിടെ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. इसलिए यहाँ लिखा है, जब तू प्रार्थना करे कोठरी में जा, द्वार बंद कर ले, रहस्य में तेरी प्रार्थना को, गुप्त में जो प्रार्थना करो उसको सुनता है, उसके सामने तू प्रार्थना कर। ഹെർമെനറ്റിക്സിൽ അല്ലെങ്കിൽ വ്യാഖ്യാന ശാസ്ത്രത്തിൽ നാം പഠിക്കുന്നത് രണ്ട് രീതിയിൽ ഈ വചനത്തെ വ്യാഖ്യാനിക്കുവാൻ നമുക്ക് കഴിയും. हम देखते हैं इस वाक्य का हम उसका विस्तार से व्याख्यान करें, समझे तो दो तरह से हम कर सकते हैं। ഒന്ന്, രഹസ്യത്തിൽ കാണുന്ന ദൈവത്തിന്റെ മുമ്പിൽ നാം പ്രാർത്ഥിക്കണം. അതായത് നാം കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു എന്ന് പബ്ലിക്കിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ കൂടുതലായി നാം പബ്ലിക്കിൽ പ്രാർത്ഥിക്കുന്നതിന് വരുന്നതിന് മുമ്പേ രഹസ്യത്തിൽ കാണുന്ന കർത്താവിന്റെ സന്നിധിയിൽ രഹസ്യത്തിൽ നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. इसलिए सबसे पहले इस वाक्य के द्वारा हमको समझना है प्रभु किसका महत्व देता है। हम जब सार्वजनिक रीति से प्रार्थना करने के लिए आते, उससे पहले हमारे रहस्य जीवन के अंदर में कोठरी में जाके रहस्य में प्रार्थना में हम समय व्यतीत करें अधिक। എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ദൈവദാസിമാരെ, പബ്ലിക്കായിട്ടുള്ള നമ്മുടെ മിനിസ്ട്രിക്ക് മുമ്പ് നമ്മൾ എത്രമാത്രം സമയം പ്രൈവറ്റ് ആയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് അവിടുത്തെ കൃപയ്ക്കായി യാചിക്കുവാൻ നാം ചെലവിടുന്നു. हम जब प्रभु की सेवकाई के लिए उतरते हैं वेदियों के पर में, तब हमको समझना उससे पहले गुप्त रीति से कितना हम आंसू गाते हैं, उस सेवकाई के अनुग्रह के लिए, आशीष के लिए, प्रभु से कुछ प्राप्त करने के लिए कितना व्यतीत करते हैं समय हमारे गुप्त प्रार्थनाओं में। കർത്താവിന്റെ കയ്യിൽ നിന്ന് പ്രാപിച്ച് ആ കിട്ടിയതാണോ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, അതോ നമ്മുടെ കയ്യിലുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ടാണോ നാം ശ്രമിക്കുന്നത്? हम जब वेदी में आके प्रचार करते हैं तो क्या हम दूसरों को विश्वासियों को देते हैं, अपनी तरफ से जो बातें हमने सीखे वो देते हैं, या प्रभु से प्राप्त करके हम उनको कुछ देते हैं? വിതയ്ക്കുവാനായിട്ട് വിത്ത് കൊണ്ട് പുറപ്പെടുന്ന വിതയ്ക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് ദൈവവചനത്തിൽ വായിക്കുന്നുണ്ട്. ഒരു വ്യക്തി വിത്ത് വിതയ്ക്കുവാൻ തക്കവണ്ണം പോകണമെങ്കിൽ ഹല്ലേലൂയ ആ വ്യക്തിക്ക് വിത്ത് എവിടെ നിന്നെങ്കിലും കിട്ടേണ്ടിയിരിക്കുന്നു. हम देखते हैं बीज बोने वाला दृष्टांत,
एक व्यक्ति जो बीज बोता है, लेकिन अगर बीज उसको बोना है तो पहले बीज को उसको प्राप्त करना पड़ेगा, तो ही बो सकता है। എന്നെ കേൾക്കുന്ന ദൈവദാസ ദൈവദാസി, നമ്മൾ ഏത് വിത്താണോ വിതയ്ക്കുന്നത് ആ വിത്തിന്റെ ഗുണവും മേന്മയും അനുസരിച്ചായിരിക്കും അതിന്റെ വിളവെടുപ്പ് ഉണ്ടാവുക. हमें समझना है, हम जो बीज बो रहे हैं उसकी क्वालिटी कैसी है, उसके अनुसार ही हम जब बोएंगे तो आने वाले दिनों में फल काटेंगे। കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥനയിൽ, കണ്ണുനീരിൽ, യാചനയിൽ, മനനുറുക്കത്തിൽ നാം ദൈവസന്നിധിയിൽ നിന്ന് വിത്ത് വാങ്ങിച്ച് ആ വിത്തുമായി ദൈവജനത്തിന്റെ മധ്യത്തിലേക്ക് ഇറങ്ങിയാൽ അതിന്റെ ക്വാളിറ്റി വേറെയാണ്, അതിന്റെ ഫലം വേറെയാണ്, അതിന്റെ പ്രവൃത്തികൾ വേറെയാണ്. प्रभु के सामने बैठ के आंसू बहाते हुए प्रभु से प्राप्त करने के बाद में प्रियो मेरा, आप जब प्रभु ने जहां आपको खड़ा किया वहां पे बोते हैं, उसकी क्वालिटी, उसकी विशेषता, उसका फल प्रतिफल बहुत अच्छा और बड़ा होता है। പിന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അനേക തിരക്കേറിയ ദൈവദാസന്മാരുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് പ്രസംഗിക്കുവാൻ ഇഷ്ടം പോലെ സ്കെഡ്യൂൾസ് ഉണ്ട്, ഷെഡ്യൂളുകളുണ്ട്, എന്നാൽ പ്രാർത്ഥിക്കുവാൻ അവരുടെ കയ്യിൽ സമയമില്ല. आज हम देश के विदेश के कोने कोने में अनेकों बड़े बड़े दासों को देखते हैं, उनके पास मीटिंग के ऊपर मीटिंगें हैं, समय नहीं है, प्रचार करते हैं, लेकिन प्रभु के सामने बैठ के प्रार्थना करने के लिए समय नहीं है। കേൾക്കുന്നവരെല്ലാവരും കൈയടിക്കും, കേൾക്കുന്നവരെല്ലാവരും പറയും നല്ല പ്രസംഗമാണെന്ന്. പക്ഷെ ഒരൊറ്റ വ്യക്തിയെ പോലും മാനസാന്തരത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും ആ ശുശ്രൂഷകൾക്ക് കഴിയാതെ വരുന്നു. सुनने वाले कहते अच्छा प्रचार था, अच्छे गहराई से बातचीत किया, लेकिन सुनने वाले किसी का भी हृदय के अंदर में प्रभु की आत्मा काम नहीं करता है, परिवर्तन नहीं होता है। അടുത്ത മീറ്റിംഗിലും അവർ കടന്നു വരും, വചനം കേൾക്കും, മടങ്ങിപ്പോകും. ഇങ്ങനെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു, ഇതുവരെയും മാറ്റമില്ലാതെ അത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. अगली बार फिर वो लोग प्रचार सुनेंगे उसी प्रभुदास का, अगली बार फिर सुनेंगे, सालों बीत जाएंगे, लेकिन जीवन के अंदर सुनने वालों के कोई परिवर्तन नहीं होता है। അതിന്റെ കാരണം എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ രാത്രി കേട്ടത്. നമ്മൾ പ്രസംഗിക്കുന്നതിന് മുമ്പ്, കർത്താവേ എന്റെ വാക്കുകൾക്ക് nothing ever can accomplish through my words. Hallelujah. 10,000 human words is empty before one word from your mouth. അതായത് എന്റെ 10,000 വാക്കുകളെക്കാൾ കൂടുതൽ അങ്ങയുടെ നാവിൽ നിന്ന് വരുന്ന ഒരൊറ്റ വാക്ക് മതി ഒരു ദേശത്തെ മുഴുവൻ വിടുവിപ്പാൻ അതിന് കഴിയുമെന്ന്. इसलिए प्रियो, हमको समझना है, हमको जानना है, प्रभु के शरणों बैठ के हम प्राप्त करें वो एक वाक्य की कीमत हम अपनी तरफ से बोलने वाले हजारों वाक्यों से भी ज्यादा बड़ा है, महत्व रखता है। അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു, പിതാവിന്റെ സന്നിധിയിൽ, രഹസ്യത്തിൽ കാണുന്ന പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് അറയടച്ച്, വാതിലടച്ച്, അതിന്റെ മധ്യത്തിൽ രഹസ്യമായി നീയും നിന്റെ കർത്താവും തമ്മിലുള്ള ആ വലിയ അഭിമുഖമായ പ്രാർത്ഥന, സംഭാഷണം, അത് നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണ്. इसलिए इस वचन के सार हमको समझना है प्रियो, हम जब प्रार्थना करें गुप्त रीति से, पिता हमको देखता है, हम पिता को देखते हैं, हम पिता से संवाद करते, बातचीत करते हैं, उसका प्रतिफल ही बड़ा होता है। കർത്താവിന്റെ സന്നിധിയിൽ രഹസ്യത്തിൽ ഇരിക്കുമ്പോൾ, വാതിലടച്ചിരിക്കുമ്പോൾ അവിടെ നമ്മൾ അഭിനയിക്കാറില്ല, അവിടെ നമ്മൾ മറ്റൊരു വ്യക്തിയായി തീരുകയില്ല. യഥാർത്ഥത്തിൽ നമ്മളെ തന്നെ അവിടുത്തെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് അവിടുത്തെ കരുണയ്ക്കായിട്ട് യാചിക്കുമ്പോൾ ഇവിടെ വചനം പറയുന്നു, രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. हम जब कोठरी में जाते हैं कोई अभिनय नहीं करेंगे, हम कोई अपने आप को छुपाएंगे नहीं, जो हम है वही बोलेंगे। इसलिए लिखा है जब ऐसे प्रार्थना करते हैं तो पिता की ओर से हमको प्रतिफल मिलता है। നമുക്കറിയാൻ പറ്റും, ഹല്ലേലൂയ, കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ നാവ് കൊണ്ട് തന്നെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുന്ന എത്രയെല്ലാം കുറവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മൾ പറയും നമ്മൾ മണ്ടനാണെന്ന് പറയും, നമ്മൾ ബുദ്ധിയില്ലാത്തയാളാണെന്ന് പറയും, ഹല്ലേലൂയ, നമ്മൾ കഴുതയാന്ന് പറയും, കഴിഞ്ഞ കാലങ്ങളിൽ എന്റെ ജീവിതത്തിൽ വന്ന കുറവുകളെന്നൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ പറയും. എന്നാൽ വെളിയിലേക്ക് വരുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളെ നോക്കാതിരുന്നാൽ, നമ്മളെ മണ്ടനെന്ന് വിളിക്കുകയാണെങ്കിൽ, നമ്മളെ ബുദ്ധിയില്ലാത്ത ആളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ പ്രതികരണം മാറത്തില്ലേ? അതെന്താ കാണിക്കുന്നു എന്നറിയാമോ? നാം ദൈവത്തിന്റെ സന്നിധിയിൽ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അംഗീകരിക്കുന്നില്ല. इसलिए हमको समझना, जब हम गुप्त रूप से प्रार्थना करते, प्रभु से बोलते, प्रभु मैं तो बुद्धिहीन हूं, मैं तो मूर्ख हूं, मैं तो गधा हूं, मैं कुछ भी नहीं हूं, मेरे जीवन में ये कमजोरियां हैं। लेकिन यही बात अगर सार्वजनिक रीति से कोई हमारे खिलाफ कह दे कि हम मूर्ख हैं, बुद्धिहीन हैं, तो हमको कितना, हमारी प्रतिक्रिया कैसी होती है? अगर हम प्रतिक्रिया करते हैं, उसके विपरीत में बोलते हैं, तो समझ लेना हम वास्तव में जब प्रभु के सामने बोल रहे थे सब झूठ बोल रहे थे।
Hallelujah. We have to take it very, very seriously, my brothers and my sisters. ഈ വചന ശുശ്രൂഷ കഴിയുമ്പോഴേക്ക്, ഈ സീരീസ് നമ്മൾ പഠിച്ചു കഴിയുമ്പോഴേക്ക് ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്താണെന്ന് നമ്മൾ ഹൃദയത്തിൽ പ്രാപിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. इस बात को बड़ी गंभीरता से लेना है, इस प्राथमिक विषय जो आज मैं आपसे कह रहा हूं, ताकि इस मीटिंग के बाद में हमको पता चले कि वास्तव में हमारी प्रार्थना का मूल्य क्या है. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണെന്ന് ഞാൻ പറയാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു, അറയിലേക്ക് കടന്നു വന്ന് രഹസ്യത്തിൽ കാണുന്ന നിങ്ങളുടെ പിതാവിനോട് പ്രാർത്ഥിക്കണമെന്ന്. അതിന്റെ രണ്ടാമത്തെ വ്യാഖ്യാനം എന്തെന്ന് ചോദിച്ചാൽ, വാതിലുകൾ അടയ്ക്കുക, കതകുകൾ അടയ്ക്കുക, നമ്മൾ ഏകാന്തതയിലേക്ക് ആകുക എന്ന് പറഞ്ഞാൽ അതിന് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്ന എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ കണ്ണുകൾ അടച്ച്, നമ്മുടെ ചെവി അടച്ച്, നമ്മുടെ ചുറ്റുപാടും നടക്കുന്നത് എന്തെന്ന് ചിന്തിക്കാതെ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ, കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കണം. इसलिए दूसरा व्याख्यान क्या है इस वाक्य के अंदर हमको समझना है, वो ये है कि हम जब कोठरी में जाके अपने आप द्वार को बंद कर देते हैं, प्रार्थना करते हैं, तब हम किसी और बात को ध्यान ना करते हुए, हमारा ध्यान केवल यीशु मसीह या परमेश्वर की ओर ध्यान करते केंद्रित करते हुए उसी लक्ष्य के साथ हम प्रार्थना करें. ഇത് പഠിപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, പബ്ലിക്കായിട്ട് പ്രാർത്ഥിച്ചാലും ശരി, പ്രൈവറ്റ് ആയിട്ട് പ്രാർത്ഥിച്ചാലും ശരി, ചുറ്റുപാടിരിക്കുന്നവർ ആരെന്നോ ചുറ്റുപാടുള്ള സാഹചര്യം എന്തെന്നോ അറിയാതെ നാം നമ്മെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് കണ്ണടച്ച് ചുറ്റുപാടുമുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ മാറ്റി രഹസ്യത്തിൽ തന്നെ കാണുന്ന കർത്താവിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. इसका अगर हम सार्वजनिक रूप से प्रार्थना करें तब इसका अर्थ क्या है? हम जब प्रार्थना करते हैं, हम जब आंख बंद करते हैं, हमारा ध्यान इधर उधर नहीं भटकना है, कोई और बात हमको सोचना नहीं है, केवल पिता जो हमको देखता है उसके समय निष्कपट पवित्र होके हम प्रार्थना करते रहे. അടുത്ത 7ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അധിക ഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. 7वीं आयत में इसलिए लिखा, प्रार्थना करते समय अन्य जातियों के समान बक बक ना करो, क्योंकि वे समझते हैं उनके बहुत बोलने से उनकी प्रार्थना सुनी जाएगी. ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ തത്വമുണ്ട്. നമ്മളിൽ പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, ഒത്തിരി നേരം ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം ഒത്തിരി പ്രസാദിക്കും എന്നുള്ളതാണ്. इस वाक्य से हमको समझना, कई बार मेरा आप भी इस गलतफहमी में रहते हैं, सोचते हैं बहुत लंबी प्रार्थना या बहुत देर तक प्रार्थना करने से प्रभु सुनता है या प्रसन्न होता है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എത്ര നേരം ലെങ്തിയായിട്ട് പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല വിഷയം. നാം പ്രാർത്ഥിച്ചതിന്റെ കണ്ടന്റ് എന്താണ്, അത് എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതാണ് അതിന്റെ വിഷയം. मैं आपसे कहना चाहता हूं, क्या महत्व है? बहुत लंबा प्रार्थना करना महत्व नहीं रखता है, बल्कि हमने क्या प्रार्थना किया, विषय क्या है, वो महत्व रखता है. ഒരു പക്ഷെ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ കരുതിയേക്കാം ഒരു വിഷയം തന്നെ ആവർത്തിച്ച് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് ദൈവഹിതത്തിന് വിപരീതമാണോ എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചു പോയേക്കാം. कई बार आप ये भी सोच सकते हो, जब इस बात को कह रहा हूं, एक ही बात को हम बार बार बोले, ऐसे प्रार्थना करें, क्या वो प्रभु की दृष्टि में गलत है क्या? അങ്ങനെയല്ല. മത്തായിയുടെ സുവിശേഷം 26:44 നമ്മൾ വായിക്കുന്നു, ഗെഥസമനത്തോട്ടത്തിൽ നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ഒരേ വാക്യം പല പ്രാവശ്യം ചൊല്ലി, 3 പ്രാവശ്യം ചൊല്ലി പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. इसलिए हम देखते क्रूस पे चढ़ने से पहले गethsemane बगीचे के अंदर में यीशु मसीह ने 3 चेलों के साथ वहां जब प्रार्थना किया, एक ही बात को 3 बार दोहराया, 3 बार बार प्रार्थना किया. അവിടുന്ന് പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, നീ ഇച്ഛിക്കുന്നത് പോലെ തന്നെ ആവട്ടെ. हाँ, यीशु मसीह प्रार्थना किए, प्रभु हो सके तो कठोर टल जाए, लेकिन मेरी नहीं, आपकी इच्छा पूरी हो जाए. നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചത് വെറും പാഴ്വാക്കായിരുന്നില്ല, അവിടുന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിച്ചു. കാരണം നാം ദൈവവചനത്തിൽ വായിക്കുന്നു, അവിടുത്തെ വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളെ പോലെയായി എന്ന്. यीशु मसीह ने जब प्रार्थना वहां किया, ऐसे नहीं प्रार्थना किया, बल्कि हम आप देखते हैं कि यीशु मसीह का जो पसीना था वो लहू के समान बह रहा था. बहुत ही हृदय की गहराई से गंभीरता के साथ वहां प्रार्थना किया गया.
My brother, my sister, real prayer is something like that. It is an intense exercise. ദൈവത്തിനുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് അത്ര കഠിനമാണ്. നമ്മുടെ ഹൃദയത്തെ നുറുക്കിക്കൊണ്ടാണ് നമ്മുടെ ആത്മാവിൽ നിന്ന് ആ കണ്ണുനീര് നമ്മുടെ കണ്ണിന്റെ ഉള്ളിലൂടെ വ്യാപരിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ അത്രമാത്രം ഇന്റൻസിറ്റി നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകും. इसलिए हमको प्रार्थना को गंभीरता से प्रयोग लेना है. हम जब प्रार्थना करते हैं हृदय की गहराई से टूटे हृदय के साथ प्रार्थना करना है. आंखों में आंसू आना है ताकि उस प्रार्थना को हम जो कर रहे हैं उसका उद्देश्य हम समझ पाए. നമ്മുടെ പ്രാർത്ഥന എത്ര ലാഘവത്തോടെയാ പ്രാർത്ഥിക്കുന്നത്. നാം എന്താണ് പ്രാർത്ഥിക്കുന്നതെന്ന് പോലും നമ്മുടെ ഉള്ളിൽ അറിയുന്നില്ല. വായിൽ വരുന്ന ഏതോ വാക്കുകൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എന്നും പ്രാർത്ഥിക്കുന്ന ശൈലിയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ചിന്തിക്കാതെ തന്നെ മനസ്സിൽ നിന്ന് വരുന്നത് പ്രാർത്ഥിക്കുന്നു. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ നമ്മുടെ ഉള്ളിൽ നിന്നല്ല വരുന്നത്. കാരണം നാം എന്താ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആരോടെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നാം പ്രാർത്ഥിച്ചത് എന്താണെന്ന് പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. कई बार हमारी प्रार्थना हर एक दिन जो करते हैं एक रीति रिवाज के समान बदल जाता है. जो हमारे मुंह में आता है हम बोलते रहते हैं. प्रार्थना करने के बाद कोई हमसे पूछे हमने क्या प्रार्थना किया है, तब हमने क्या प्रार्थना की है वो भी हम नहीं बता पा सकते हैं. പലപ്പോഴും നമ്മൾ രാത്രി മുഴുവനും നൈറ്റിൽ പ്രാർത്ഥന നടത്താറുണ്ട്. അത് മാത്രമല്ല ഉപവാസ പ്രാർത്ഥനയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥന നടത്താറുണ്ട്. പലപ്പോഴും ഈ പ്രാർത്ഥനകളൊക്കെ നല്ലത് തന്നെയാണ്. അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പറയാൻ വരുന്ന കാര്യം ഇതാണ്, പലപ്പോഴും പകുതി പ്രാർത്ഥനയാകുമ്പോഴേ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചിന്ത വരും, എപ്പോഴാ ഇത് തീർക്കുന്നത്, എപ്പോഴാ ഇത് തീരുന്നത് എന്നുള്ള ചിന്തയായിരിക്കും നമ്മുടെ ഉള്ളിലേക്ക് പലരിലേക്കും കടന്നു വരുന്നത്. कई बार जब होल नाइट प्रार्थना में बैठते हैं, कुछ समय प्रार्थना करते हैं, उसके बाद में हम देखते हैं घड़ी की ओर कि कब ये समय समाप्त हो जाए. हमारा ध्यान वहां से भटक जाता है. हमारी प्रार्थना जो है वहां कमजोर पड़ जाती है. അപ്പോൾ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഒത്തിരി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതിലല്ല വിഷയം. എവിടെ നിന്നാണ് ആ പ്രാർത്ഥന വരുന്നത്? ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാണെങ്കിൽ അത് ഒരു ഞരക്കം പോലും സ്വർഗത്തിലെ ദൈവത്തിന് പ്രസാദകരമായി തീരും. इसलिए हमको समझना है बहुत अधिक शब्दों का इस्तेमाल करें वो नहीं, बल्कि हृदय की गहराई से हम जो प्रार्थना करते हैं टूटे हृदय के साथ में वो उस प्रार्थना का महत्व अधिक होता है. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വിശ്വാസികളിൽ പലരും ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ദിവസമാണ് സൺഡേ. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ പറഞ്ഞത്, പലപ്പോഴും വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ദിവസമാണ് സൺഡേ അല്ലെങ്കിൽ ഞായറാഴ്ച. അതിന്റെ കാരണം എന്താ നിങ്ങൾക്ക് അറിയാമോ? विश्वासियों के जीवन को अगर देखिए तो इस सत्य हमको समझना है, सबसे ज्यादा झूठ बोलने वाला दिन कोई और दिन नहीं है, संडे ही है, रविवार है. क्यों है ऐसा आप सोचिए. അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ, നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നിച്ചു വന്ന് ദൈവസഭയുടെ മധ്യത്തിൽ ഇരുന്ന് പാടും, ഓൾ ടു ജീസസ് ഐ സറണ്ടർ, ഓൾ ടു ഹിം ഐ ഫ്രീലി ഗിവ്, ഐ സറണ്ടർ ഓൾ, ഐ സറണ്ടർ ഓൾ. നമ്മളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്നും എന്റെ കയ്യിൽ എനിക്കൊന്നും വേണ്ട എന്നും, എല്ലാം എന്റെ ജീവിതത്തെയും എനിക്കുള്ളത് മുഴുവനും ഞാൻ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നുവെന്ന് ആവർത്തിച്ച് വാദ്യോപകരണങ്ങളോടുകൂടി, ഇൻസ്ട്രുമെന്റ്സോട് കൂടി, കീബോർഡ്സോട് കൂടി, ടംബറിൻസോട് കൂടി, ഗിറ്റാറോട് കൂടി ഒക്കെ നമ്മൾ ഭംഗിയായിട്ട് പാടും. പക്ഷെ ജീവിതത്തിൽ എന്തെങ്കിലും യഥാർത്ഥത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നുണ്ടോ? आराधना दिन हम आते हैं, प्रभु से कहते हैं, इंग्लिश में एक सॉन्ग है, ऑल टू जीसस आई सर, अर्थात प्रभु मैं अपने संपूर्ण जीवन को जो कुछ है सब प्रभु आपके लिए अर्पित कर देता हूं. लेकिन वास्तव में प्रिय हम जरा सोच के देखे, हमने अपने जीवन में से क्या अर्पित किया है, क्या प्रभु के लिए दिया है. हम जो कुछ बोल रहे हैं वास्तविकता है या झूठ है, हम खुद समझ जाए इस बात को. നമ്മൾ മലയാളത്തിൽ ഒരു പാട്ട് പാടും, അതേ പാട്ട് ഹിന്ദിയിലും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. മലയാളത്തിൽ ഒരു പാട്ടും, ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധി ചെന്നാൽ മതി എന്ന്. പക്ഷെ ആക്ച്വലി നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഹൃദയത്തിൽ ഈ ലോകത്തിൽ നിന്ന് ഒരു ദിവസം മുമ്പേ മരിക്കണമെന്ന് നമ്മളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട്? പിന്നെ എന്തിനാ നമുക്ക് അങ്ങനെ പാടാൻ കഴിയുന്നത്? ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എന്റെ നാഥന്റെ സന്നിധി ചെന്നാൽ മതി എന്ന്. मलयालम में एक गीत है, उस तरह है, प्रभु मुझे संसार नहीं चाहिए, संसार का कुछ भी नहीं चाहिए, केवल मैं तो आपके पास जाना चाहता हूं. क्या वास्तव में प्रिय हम जरा सोचे, हम जो गाना गा रहे हैं सही है क्या? हम वास्तव में अभी इसी वक्त ये संसार छोड़ के प्रभु के पास जाना चाहते हैं क्या?
എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും വിശ്വാസികൾ മനസ്സിലറിയാതെ, ഹൃദയത്തിൽ അറിയാതെ, ആത്മാവിന്റെ ഉള്ളിൽ നിന്ന് അറിയാതെ പാടുന്ന പാട്ടുകൾ, പ്രാർത്ഥനകളൊക്കെയും ദൈവസന്നിധിയിൽ വെറും കള്ളവചനങ്ങളായി, പൊളിയായി, ലൈംഗായി മാറിക്കൊണ്ടിരിക്കുക. इसलिए प्रिय मैं आपसे कहना चाहता हूं, जो हम गीत गाते, जो प्रार्थना करते अनेक बार, वो वास्तविक नहीं होता है। वो हमारी प्रार्थना, गीत गाना सब प्रभु की उपस्थिति में एक झूठ का ढेर बनता चला जाता है। മത്തായിയുടെ സുവിശേഷം 12:36, മാത്യു ചാപ്റ്റർ 12:36, അവിടെ ഇങ്ങനെ പറയുന്നു, എന്നാൽ മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. मत्ती रचित सुसमाचार 12 अध्याय उसके 36 में लिखा है, यीशु मसीह स्वयं कह रहे हैं, और मैं तुमसे कहता हूं कि जो जो निकम्मी बातें मनुष्य कहेंगे, न्याय के दिन वे हर एक उस बात का लेखा देंगे। എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുവാനല്ല, നമ്മൾ കണ്ടംഡ് ആകുവാനല്ല ഈ വചനങ്ങളൊക്കെ കേൾക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് മാത്രം ചിന്തിച്ചാൽ മതി, നാം ആരെന്നറിഞ്ഞ്, ദൈവം ആരെന്നറിഞ്ഞ്, കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തതയുള്ള ഒരു ഹൃദയവുമായി, കപടമില്ലാത്തൊരു ഹൃദയവുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. प्रियो, समझना है कि इस वाक्य को देख के मैं और आप डरे ना, भयभीत ना हो, लेकिन वाक्य के द्वारा हमको समझना है, हम जब भी प्रभु के पास आते हैं, इस विश्वास योग्यता के साथ में, ईमानदारी के साथ में हम आए। അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവരോട് തുല്യരാകരുത്. ഞാൻ 7-8 വാക്യം ഒന്നിച്ച് വായിക്കുകയാണ്. പ്രാർത്ഥിക്കുകയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അടുത്ത വാക്യം, അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. मत्ती 6:8 में इस तरह लिखा है, इसलिए तुम उनके समान ना बनो, क्योंकि तुम्हारा पिता तुम्हारे मांगने से पहले ही जानता है कि तुम्हारी क्या क्या आवश्यकताएं हैं। അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥനയ്ക്കകത്ത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുകയല്ല. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാൽ, ആവർത്തിച്ച് പ്രാർത്ഥിച്ചാൽ, എങ്ങനെങ്കിലും കൂടുതൽ പെർഫോമൻസിൽ ഞാൻ പ്രാർത്ഥിച്ചാൽ ദൈവം എന്നിൽ പ്രസാദിക്കും എന്നുള്ള ചിന്തയല്ല നമുക്ക് വരേണ്ടത്. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നതിന് മുമ്പേ ഞാൻ പ്രാർത്ഥിക്കുവാൻ പോകുന്ന വിഷയങ്ങൾ പോലും അവിടുന്ന് അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയ്ക്ക് വേണ്ടിയത് എന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന്, ഹല്ലേലൂയ, നിഷ്കളങ്കമായ, സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ട അവിടുത്തെ സന്നിധിയിൽ ആശ്രയിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്ന സമർപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയുടെ വാക്കുകൾ മാത്രമാണ്. इसलिए जब मेरा प्रार्थना करने के लिए आए, बहुत लंबी छोड़ी बातें ना बोले, बल्कि हम जब आए तो हमको पहले से समझ जाना है, हम जो प्रभु के सामने बोलने जा रहे हैं उससे पहले ही प्रभु सब कुछ जानता है। इसलिए हमारी प्रार्थना होना है, प्रभु मैं जब आपके सामने प्रार्थना करता, प्रभु आपकी इच्छा ही जो आप चाहते हो मेरे जीवन में पूरी हो, संपूर्ण रीति से उसके लिए मैं अर्पित करता हूं आपके सामने। 1 ശമൂവേൽ 16:7, 1 Samuel chapter 16:7 പറയുന്നു, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കുന്നു, എന്നാൽ ദൈവമോ അവന്റെ അകത്തെ ശോധന ചെയ്യുന്നുവെന്ന്. पहले शामिल में हम देखते हैं, वहां पे शामिल भविष्यता कहता है मनुष्य बाहर से देखता है, लेकिन परमेश्वर मनुष्य के भीतर के जीवन को देखता है। അതുപോലെ യാക്കോബിന്റെ ലേഖനം 5:16 ഇപ്രകാരം വായിക്കുന്നു, ദി ഇഫക്റ്റീവ് പ്രയർ ഓഫ് എ റൈച്ചസ് മാൻ ക്യാൻ അക്കംപ്ലിഷ് മച്ച്. നീതിമാന്റെ പ്രാർത്ഥന അധികം ഫലിക്കുമെന്ന്. इसलिए याकूब के पत्र 5वें अध्याय में लिखा है, धर्मी जन की प्रार्थना का फल होता है। നമുക്കറിയാം, 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായത്തില് കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അന്നത്തെ പകൽക്കാലം മുഴുവനും രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ ബാലിന്റെ പുരോഹിതന്മാർ 450ഓളം കള്ളപുരോഹിതന്മാര് രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടന്നില്ല. എന്നാൽ വൈകിയ സമയമാകുമ്പോൾ ആയപ്പോൾ 1 മിനിറ്റ് പോലും ഏലിയാവ് പ്രാർത്ഥിച്ചില്ല. അതിനു മുമ്പേ തീ ഇറങ്ങുന്നതായിട്ട് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. हम देखते हैं पहला राजा 18 आयत के अंदर में एलिया की प्रार्थना के बारे में पढ़ते हैं। वहां पे हम देखते हैं करीब 900 बाल और अक्षर देवता के जो भी है आवश्यकता है, वो सुबह से लेकर दोपहर तक, शाम तक चिल्लाते रहते, प्रार्थना करते रहते, लेकिन कुछ नहीं होता है। लेकिन जब एलिया प्रार्थना करने लगता है, तब ही सर खुलता है और आग सबसे नीचे उतरता है।
ഹല്ലേലൂയ. ഒരു മിനിറ്റ് പോലും, ഒരു മിനിറ്റിൽ താഴെ ഒറ്റ വാക്കേ ഏലിയാവ് പ്രാർത്ഥിച്ചുള്ളൂ. തീ ഇറങ്ങിയതായിട്ട് ഇവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയും. हम देखते हैं एक ही मिनट, एक ही वाक्य एलिया कहता है और आग सर से उतरता है और वेदी को जला देता है. It is the life behind a prayer that makes the prayer effective. ഒരു പ്രാർത്ഥന ഫലപ്രദമാക്കുന്നത് പ്രാർത്ഥനയുടെ നീളമല്ല, പ്രാർത്ഥനയിൽ ഉപയോഗിക്കുന്ന വാക്കുകളല്ല, അത് ആരാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതല്ല. ആ പ്രാർത്ഥനയെ ഫലവത്താക്കുന്നത് ആ പ്രാർത്ഥിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. इसलिए हमको समझना है प्रार्थना क्या है. हम लंबी प्रार्थना करते वो नहीं है, हम कैसे प्रार्थना करते वो नहीं है, लेकिन प्रार्थना का प्रतिफल कहाँ है, वो प्रार्थना करने वाला व्यक्ति का जीवन बताता है. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്. അടുത്ത 3-4 മിനിറ്റിനുള്ളിൽ ഞാൻ നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതിന്റെ സാരം രാത്രി മുഴുവൻ പ്രാർത്ഥിക്കരുതെന്നല്ല, അല്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതല്ല. നമ്മുടെ കർത്താവിന്റെ വചനത്തിലേക്ക് നോക്കിയാൽ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്ക് മാതൃകയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത് മാത്രമാണ്. ഹല്ലേലൂയ. എത്ര മണിക്കൂറുകൾ പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയിൽ നമ്മുടെ ഹൃദയമില്ലെങ്കിൽ, പ്രാർത്ഥനയിൽ നമ്മുടെ ജീവിത സമർപ്പണമില്ലെങ്കിൽ, അത് വെറും കപടഭക്തിക്കാരന്റെ പ്രാർത്ഥനയായി മാറിപ്പോകും. मेरा प्रार्थना जो मैं अभी तक कहा उसका संक्षिप्त मैं आपसे बताना चाहता हूं. मैं ये नहीं कहना चाहता हूं कि हम उपवास प्रार्थना ना करें, हम लंबी प्रार्थना ना करें, क्योंकि हम स्वयं देखते हैं यीशु मसीह लूका सुसमाचार में पूरी रात और तक प्रार्थना करते रहे. लेकिन कहने का तात्पर्य इतना ही है, हम जब प्रार्थना करें, प्रभु के पास जाए, हृदय से प्रार्थना करें और अपने जीवन जो है सही रख के प्रभु के सामने प्रार्थना करें. നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്, പ്രയർ ക്യാൻ ചേഞ്ച് യുവർ സർക്കംസ്റ്റാൻസസ്. അതായത് നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം പ്രാർത്ഥനയ്ക്ക് കഴിയുമെന്ന് പല വലിയ ദൈവദാസന്മാരും ദൈവദാസിമാരൊക്കെ പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ടിട്ടുണ്ട്. पिछले दिनों हमने कई बार सुना बड़े बड़े दासों के द्वारा कि प्रार्थना हमारी परिस्थितियों को, अवस्थाओं को बदल देता है. അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ, അനേക ഭക്തകളുടെ ജീവിതത്തിൽ അവരുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥനയുടെ മുമ്പിൽ അനേക അത്ഭുതങ്ങൾ നടന്നതായി, അനേക അസാധ്യതകൾ സാധ്യതയുള്ളതായി മാറിയത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ, സാക്ഷ്യങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്, നമ്മുടെ ചെവികൾ കൊണ്ട് കേട്ടിട്ടുണ്ട്. अनेकों के अनुभव के बारे में हमने सुना है, पढ़ा है, देखा है, कैसे प्रभु ने अनेकों के प्रार्थना को सुन के बड़े बड़े अद्भुत कार्य, आश्चर्यकरम किए हैं. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയെ ഒരിക്കലും ലഘുവായി കാണരുത്. നാം ഒന്ന് മാത്രം ചിന്തിക്കുക, പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ നാം നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ രഹസ്യ ജീവിതത്തെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച്, വന്നുപോയ കുറവുകളെ പരിശുദ്ധ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് നിലവിളിച്ച് കർത്താവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച് സമർപ്പണത്തോടെ കടന്നു വന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഈ നാളുകളിൽ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിൽ കാണുവാനായിട്ട് കഴിയും. നമ്മുടെ ഭവനത്തിന്റെ ഉള്ളിൽ അത്ഭുതങ്ങൾക്ക് നമുക്ക് സാക്ഷികളാകുവാൻ കഴിയും. इसलिए प्रार्थना को हम छोटा विषय ना ले, किसको गंभीरता से ले. मेरा आप जब प्रार्थना की वेदी में आए, हम चाहे बाहर हो चाहे गुप्त में हो, हम अपने आप को समर्पित करें. हम प्रभु से कहे, प्रभु के सामने हमारे जीवन को हम पवित्र करें. उसके बाद हम प्रभु के सामने बैठ के प्रार्थना करें. अगर ऐसा प्रार्थना करेंगे प्रियो, हमारी प्रार्थना को सुन के बड़े बड़े आश्चर्य करने अद्भुत कार्य हम आने वाले दिनों में अपने जीवन में देखने पाएंगे. ആ വചനത്തിൽ അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ 9-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, 6:9, മാത്യു ചാപ്റ്റർ 6:9, നിങ്ങൾ ഈ വണ്ണം പ്രാർത്ഥിക്കുവിൻ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. इसलिए 6:9 में लिखा है, मती अतः तुम इस रीति से प्रार्थना करो, हे हमारे पिता तू जो स्वर्ग में है, तेरा नाम पवित्र माना जाए. ഹല്ലേലൂയ. ഇതൊരു വലിയ റെവലേഷൻ ആണ്, ഇതൊരു വലിയ വെളിപ്പാടാണ്. ലോകം മുഴുവനും അത്യുന്നതനായ ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ സാധുക്കളായിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വർഗത്തിലേക്ക് നോക്കി ദൈവമേ എന്ന് വിളിക്കാതെ എന്റെ പിതാവേ എന്ന് വിളിക്കുവാനുള്ള ശ്രേഷ്ഠമേറിയ പ്രിവിലേജ് ക്രിസ്തുയേശുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നു. प्रियो, हमको समझना है, ये जो वाक्य का प्रकाशन बहुत बड़ा है. जब संसार में लोग
हम जो इसको पुकारते हैं भगवान परमेश्वर परमेश्वर करके पुकारते हैं, लेकिन परमेश्वर ने प्रियो मुझे आपको सौभाग्य दिया है कि हम जब प्रभु के पास जाए प्रार्थना करें तो परमेश्वर में हे पिता करके हम पुकार सके। ഇനി മുമ്പോട്ട് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുവരെയും നമ്മൾ പഠിച്ചത് എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. ഇനി നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിക്കാം. अभी तक हमने सीखा था कैसे प्रार्थना नहीं करना है, लेकिन आने वाले दिनों के अंदर में हम सीखने जाएंगे हमको कैसे प्रार्थना करना है। ഒരു കാര്യം ഉറപ്പുണ്ട്, ഈ കേൾക്കുന്ന മെസ്സേജുകൾ ഗൗരവത്തോടെ നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഇത് പഠിക്കുന്ന നിമിഷം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായി മാറും. ഇത്രയും വർഷങ്ങൾക്ക് നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് നേടുവാൻ കഴിയാത്തത്, ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രാപിക്കുവാൻ കഴിയാത്തത് ഈ ഒരൊറ്റ മെസ്സേജിലൂടെ, ഈ ഒരൊറ്റ ടീച്ചിങ്ങിലൂടെ, ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധി കഴിയും. जीवन के अंदर में जो आप वचन सुनते इसको गंभीरता से लेंगे तो आज तक जो हमने नहीं देखा प्रियो, आने वाले दिनों में इस प्रार्थना के द्वारा हम समझ पाएंगे कि हमने क्या सीखा है, वो हमारे जीवन में कितना महत्व था, वो हमारे जीवन में कितना बदलाव लेके आएगा, कितने बड़े बड़े काम हमारे जीवन में करेगा, हम आने वाले समय में इसके द्वारा देखने पाएंगे। സ്വർഗത്തിലെ ദൈവം നമുക്ക് ആരാണ്, സർവശക്തനായ പിതാവ് നമ്മുടെ ആരാണ്, നാം എങ്ങനെ പിതാവിനെ അറിയണം എന്നുള്ളത് ഈ ദിവസങ്ങൾ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. आने वाले दिनों हम देखेंगे स्वर्गीय पिता कौन है, हमारा परमेश्वर कैसा है, आने वाले दिनों के अंदर हम इसको देखने पाएंगे। എന്തുകൊണ്ട് നമുക്ക് പൂർണ്ണമായി നമ്മുടെ പിതാവിനെ വിശ്വസിക്കുവാൻ കഴിയും? എന്തുകൊണ്ട് ഭാരമില്ലാത്ത, ഭയമില്ലാത്ത, ആകുലതയില്ലാത്ത, ഭയചകിതയല്ലാത്ത സ്വസ്ഥമായ ഒരു ഹൃദയത്തോടു കൂടി എങ്ങനെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുമെന്ന് ഈ വാക്യങ്ങളിലൂടെ നമ്മൾ പഠിക്കുവാനായിട്ട് പോവുകയാണ്. आने वाले दिनों के हम सीखेंगे कैसे हम उस परमेश्वर पर संपूर्ण रीति से भरोसा कर सकते हैं, हे पिता करके पुकार सकते हैं, बिना भय के साथ, बिना डर के साथ हम विश्वास के साथ जी सकते हैं, प्रार्थना कर सकते हैं। നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഇന്ന് നല്ല സമയത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. आंखों को बंद करें, आज के समय के लिए हम धन्यवाद करते हुए प्रार्थना करें। പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ ദയ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നതിനായി സ്തോത്രം. അങ്ങയുടെ പുത്രനെ ഞങ്ങളുടെ മധ്യത്തിൽ മഹിമപ്പെടുത്തിയതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവമേ, അങ്ങേക്ക് നന്ദി പറയുന്നു. प्रभु आपको धन्यवाद करते सुंदर समय के लिए, धन्यवाद करते आपकी उपस्थिति के लिए, धन्यवाद करते हैं आपके पुत्र प्रभु यीशु मसीह की उपस्थिति के लिए। ഇന്നത്തെ രാത്രി ദൈവവചനം കേട്ട് ഞങ്ങളുടെ ജനത്തിന്റെ ഹൃദയത്തോട് ഇടപെടണമേ കർത്താവേ. അവരുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. പുതിയ ഒരു ആത്മീയ ജീവിതം, ഒരു ടേണിംഗ് പോയിന്റ് അവരുടെ ലൈഫിൽ ഉണ്ടാകുവാൻ ഇന്നത്തെ വചന കേൾവി മൂലം സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. प्रभु मैं आपसे प्रार्थना करता प्रभु, आज वचन जिन्होंने सुना प्रभु, उनके हृदय से बातचीत करना, उनके जीवन के अंदर में परमेश्वर एक टर्निंग पॉइंट बन जाए, उनके जीवन के अंदर एक बदलाव आ जाए प्रभु। आपका आज का वचन उनके जीवन में कार्य करने पाए। അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമേ, കുടുംബ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമേ, സഭയിലൊരു മാറ്റം ഉണ്ടാകണമേ, ശുശ്രൂഷകളിലൊരു വലിയ മാറ്റം ഉണ്ടാകണമേ. അവരുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും ഒരുപോലെ കർത്താവിന്റെ കരങ്ങളാൽ സ്പർശനമേൽക്കപ്പെട്ട ഒരു പുതിയ അനുഭവമാക്കി കർത്താവ് മാറ്റുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുക. उनके व्यक्ति जीवन के अंदर में, उनके पारिवारिक जीवन के अंदर में, उनकी सेवकाई में, उनके आत्मिक और भौतिक जीवनों के अंदर में एक बहुत बड़ा बदलाव परमेश्वर आने वाले दिनों में हम देखने पाए। ഇന്നത്തെ രാത്രി കാലം തിരുസന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾക്കും അങ്ങയുടെ വചനത്തിൽ നിന്ന് ശുശ്രൂഷിപ്പാൻ അങ്ങയുടെ കൃപ തന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ട് കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ धन्यवाद करते प्रभु आज के इस सुंदर समय के लिए। आपने हमें भी प्रभु वचन की सेवकाई करने के लिए सहायता मत किया। हम सबको आपके हाथों में समर्पित करते हैं, यीशु मसीह के सामर्थ्य नाम से मांगते हैं, आमीन। Pastor G, benediction. പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹവും യേശു കർത്താവേ അവിടുത്തെ കൃപയും ആശ്വസിപ്പിക്കുന്ന ബലപ്പെട്ട ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, അവിടുത്തെ സാന്നിധ്യവും സഹവാസവും നടത്തിപ്പും കാവലും കരുതലും ആശ്വാസവും അടിയങ്ങളെല്ലാവരോടും കൂടെ ഈ ദിവസങ്ങൾ അങ്ങയുടെ ഹിതപ്രകാരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളോടുകൂടെ, ദൈവസഭയോടുകൂടെ, ഇന്ന് കടന്നു വന്നിരിക്കുന്ന ഞങ്ങളുടെ ജനത്തോടുകൂടെ, കൂട്ടായ്മകളോടുകൂടെ, ലോകമൊക്കെയുമുള്ള ഭക്തന്മാരോടുകൂടെ, ഭക്തകളോടുകൂടെ ക്രിസ്തുയേശുവിന്റെ വരവരേക്കും ഉണ്ടായിരിക്കുമാറാകണം.